യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗതല ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവമടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ദൈവം നമ്മെ നടത്തിയ, ദൈവം നമ്മെ പരിപാലിച്ച, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും ദൈവം ചെയ്ത എല്ലാ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം ഈ പൽക്കാലം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയത്തിരും. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി, പിന്നെ ദൈവം നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ ഈ പൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു, ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മുടെ പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ ഒരു ദൈവപ്രവൃത്തി ദൈവം നമുക്കായി വെളിപ്പെടുത്തും. സ്തോത്രം. നാം ഈ പൽക്കാലം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാരണം എവിടെയാണ് മനുഷ്യരുടെ നടക്കുമെന്നുള്ള സാധ്യതകൾ അസ്തമിച്ച് തുടങ്ങുന്നത്, ആ ചിറകുകൾ തളർന്നു തുടങ്ങുന്നത് അവിടെയാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ദൈവിക പ്രവർത്തികൾ മുളപൊട്ടി പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നാം മാനസികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിനകത്തൊരു പ്രവൃത്തിയില്ല, ഇവിടെ കൊണ്ട് തീർന്നു, ഇവിടെ കൊണ്ട് എന്റെ ബിസിനസ് അവസാനിച്ചോ, ഇവിടെ കൊണ്ട് എന്റെ കുടുംബജീവിതം തീർന്നു, ഇവിടെ കൊണ്ട് എന്റെ തലമുറയുടെ ഭാവി തീർന്നു. ഇങ്ങനെ ഓരോന്നിനകത്ത് നാം ഇവിടെ കൊണ്ട് തീർന്നു, ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയത്തില്ല, ഇതെന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ് എന്ന് പറയുമ്പോൾ ഈ പകൽക്കാലത്തിന് പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനായിട്ടുള്ളത്, മനുഷ്യർ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഇടത്ത്, മനുഷ്യർ സാധ്യതകളും സാഹചര്യങ്ങളും നോക്കി എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവം ചില പുതിയ ദൈവപ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരും. ആർക്കും ഇതുവരെയും കാണാത്ത, ആരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടാത്ത ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരും. കാരണം എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയെല്ലാം തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിനകത്തൊരു ദൈവ പ്രവൃത്തി ഉണ്ട് എങ്കിൽ അതിനകത്ത് നാം പൂർണ്ണമായിട്ട് സീറോയായി തീരുമ്പോൾ മാത്രമേ ദൈവം പ്രവർത്തിച്ചു തുടങ്ങത്തുള്ളൂ. കാരണം അതിന്റെ ഒരു ക്രെഡിറ്റും നാം എടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിന്റെ പൂർണ്ണ ക്രെഡിറ്റും അതിന്റെ പൂർണ്ണ മഹത്വവും എന്റെ ദൈവത്തിനുള്ളതാക്കിയ അത് ദൈവം പ്രവർത്തിക്കുന്നത് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലുള്ള എല്ലാ സാധ്യതകളും അവസാനിക്കുന്നവരെയും ദൈവം മൗനമായിട്ട് ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികള് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാക്കുന്നു. സ്തോത്ര. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവരെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, അവ എനിക്ക് എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്ന. സ്തോത്രം. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു, ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് നമ്മുടെ കാലുകൾ ഇടറുമ്പോ, നമ്മുടെ മനസ്സുകൾ പതറുമ്പോ, ഇനി എന്തേ ഇവിടെ കൊണ്ട് എല്ലാം തീർന്നല്ലോ എന്ന് ഫിനിഷിംഗ് ഇടുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ ദൈവം നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതാ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 46-ാം സങ്കീർത്തനത്തിൽ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 46-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ദൈവം
സ്തോത്രം ചെയ്യുന്നു. വരുവേൻ, യഹോവയുടെ പ്രവർത്തികളെ നോക്കുവേൻ എന്ന് സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയെ ദൈവം തന്റെ അത്ഭുത പ്രവർത്തികളെ തന്റെ ജനത്തിനു വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, യഹോവയ ദൈവം ഇസ്രായേൽ ജനതയെ വിളിച്ചിറക്കിക്കൊണ്ട് വരുവാനായിട്ട് ഇടയത്തുന്നു. അവർ കടന്നു വന്നു. അവർ വാഗ്ദത്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പ്രയാസഘട്ടം കടന്നു വന്ന സ്തോത്രം. അവിടെ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്രായേൽ ജനം വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ ആയിട്ടുള്ള യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സാഹചര്യം തങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മിസ്രൈമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കുന്ന ഒരു അനുഭവം ഇസ്രായേൽ ജനതയുടെ നടുവിൽ കടന്നു വന്ന് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വാ പിളർന്നു നിൽക്കുന്ന ചെങ്കടൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിന് ആ ചെങ്കടനത്ത് മുക്കിക്കളയുമെന്ന് പറഞ്ഞ് ആർത്തിരിച്ചു നിൽക്കുന്ന ഒരു ചെങ്കടൽ, അതേ സ്തോത്രം, ഇറങ്ങി വന്നിട്ട് ഇവിടെ കൊണ്ട് ജീവിതം അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു, ഇനി മുന്നോട്ട് യാതൊന്നുമില്ല എന്ന് ഇസ്രായേൽ ജനം ഭയപ്പെട്ട് നിൽക്കുമ്പോ അവിടെ യഹോവയ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ നിനക്കായി ചെയ്യുന്ന രക്ഷയെ കണ്ടുകൊള്ളി. സ്തോത്രം. ഒരു ദൈവ പൈതന് വേണ്ടി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ആർക്കും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആരുടെയും കണ്ണിൽ കാണാത്ത രീതിയിലുള്ള ഒരു ദൈവപ്രവൃത്തി അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ ഭയപ്പെട്ട ആ രാത്രി തന്നെ, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ അവിടെ പിറവിർക്കുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ മരിക്കാമായിരുന്നല്ലോ, എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ചോദ്യം മോശയ്ക്കും ദൈവത്തിനും എതിരായി ഉന്നയിക്കുമ്പോഴും യഹോവയ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, തന്റെ ജനത്തോട് ഇവിടെ നിന്ന് നിൽക്കാതെ മുന്നോട്ട് ധൈര്യത്തോടെ പോകുവാൻ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ ചില വിഷയങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, ഇനി മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയത്തില്ല എന്ന് നിരാശപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് രാത്രി പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. ചെങ്കടലെ കണ്ട് മാറിപ്പോകാനല്ല കർത്താവ് വിളിച്ചത്, ചെങ്കടന്റെ നടുവിൽ കൊണ്ടുപോയി മുക്കിക്കളയുവാനല്ല കർത്താവ് വിളിച്ചത്. നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടോ, ആ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുക. എന്റെ ദൈവം മതിയായ ദൈവമത്രേ. ഹല്ലേലൂയ. ചെങ്കടൽ കടന്നു വരും, നിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പലതും നിന്റെ പിന്നാലെ കടന്നു വരും. പക്ഷേ അവരുടെ കയ്യിൽ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. അത് നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് എത്തിക്കേണ്ടതിന് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മുടെ ദൈവം ആരാണെന്ന് ചിന്തിച്ച് നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ഈ പൽക്കലം നാം ജീവിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ജനം ഭയപ്പെട്ടതായ രാത്രി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മോശ കടലിന്മേൽ കൈ നീട്ടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ യഹോവയ ദൈവം അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. സ്തോത്രം. അവിടെ അന്ന് രാത്രി തന്നെ, എന്നെങ്കിലും അല്ല. സ്തോത്രം. അവർ ചെങ്കണ്ണത്ത് മുങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് കയറ്റി എന്നല്ല കാണുവാൻ സാധിക്കുന്നത്. എന്നാണ് ഇസ്രായേൽ ജനം ഭയപ്പെട്ട് നിലവിളിച്ചത്, എന്നാണ് എല്ലാം അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞത്. അവർ ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ അവരുടെ ജീവിതത്തെ സ്തോത്ര മുന്നുള്ള സാധ്യതകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അന്ന് രാത്രി തന്നെ അവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവയ ദൈവം തന്റെ മഹാശക്തിയുള്ള ഒരു കാറ്റടിപ്പിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോഴും നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ കാണുമായിരിക്കാം. നിന്റെ കുടുംബത്തെ തകർത്തു കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ കാണുമായിരിക്കാം. നിന്റെ തലമുറയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ് മുക്കിക്കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വിഷയം കാണുമായിരിക്കാം. പക്ഷെ അതിനകത്തേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാറ്റിനെ ദൈവം അടിപ്പിക്കുവാനായിട്ട് ഇടയത്തില്ല. ചില പിൻവാങ്ങി പോകുവാനായിട്ട് ഇടയത്തില്ല. എത്ര തന്നെ ശ്രമിച്ചിട്ടും പിൻവാങ്ങി പോകാതെ പിൻപറ്റി വരുന്ന ചില ശക്തികളെ നിന്റെ മുമ്പിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുക, നിന്റെ മുമ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് നിന്നെ വിശാലതയിലേക്ക് എത്തിക്കുക, നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് എത്തിക്കുക. എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക.
അവിടെ ആ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കണ്ണ് രണ്ടായിട്ട് ഭാഗിച്ച് ആ ഉണങ്ങിയ നിലത്തുകൂടി എന്ത് ചെയ്യുന്നു? അവർ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി. പ്രിയ ദൈവമക്കളെ, നീ അതിനകത്ത് മുങ്ങിത്താണ് നീ അക്കരെ എത്തുമെന്നല്ല. സ്തോത്ര, ഉണങ്ങിയ നിലം, അവരുടെ കാലുകൾ ആ പ്രശ്നത്തിനകത്ത് താണു പോകാൻ ഇടയാകാത്തവണ ഉണങ്ങിയ നിലത്തുകൂടി അവർ കടന്നു പോകുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തുവെങ്കിൽ പ്രശ്നം നിന്റെ മുക്കിക്കളയുവാൻ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പ്രശ്നത്തിന്റെ മീതെ കൂടെ നീ അതിന്റെ കൂടി കല്ലിൽ അതിന് ഒന്നും പറ്റാതെ നീ അതിന്റെ അപ്പുറം എത്തുവാനായിട്ടിടയത്തിനോ നിന്നെ അപ്പുറത്തേക്ക് എത്തിക്കത്തില്ല, നിന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുകയില്ല. ഒരു ദൈവിക പ്രവൃത്തി കാണുക, അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തി തുടങ്ങിയിട്ട് അതിനെ പൂർത്തീകരിക്കുവാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ ഈ പൽക്കാലം പറയട്ടെ, നിന്നിൽ ഒരു ദൈവ പ്രവൃത്തി ആരംഭിച്ചത് എന്റെ സ്വർഗത്തിലെ ദൈവമയ്ക്ക് അതിനെ നിറവേറ്റുവാൻ ദൈവം മതിയായ ദൈവമത്രേ. സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്തതാ. എന്നാൽ അതിന്റെ ഒരു പൂർത്തീകരണം കാണാൻ കഴിയാതെയാ അവിടെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. പലപ്പോഴും നാം പല വിടുതലിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ അതിന്റെ ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയാതെ ചില ചെങ്കടലുകൾ നിൽക്കുമ്പോ നിന്നെ വീണ്ടും ഭയപ്പെടുത്തി നിന്നെ നിലവിളിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ ശത്രു പലതിൽ കൂടി പദ്ധതികൾ ഇടുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ചെങ്കണ്ണെ രണ്ടായിട്ട് ഭാഗിച്ച് ഇസ്രായേൽ ജനതയെ ഉണങ്ങിയ നിലത്തുകൂടി എത്തിച്ച് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, സ്തോത്ര, നിന്നിൽ ഒരു ദൈവ പ്രവൃത്തി ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിപ്പാൻ ഹല്ലേലൂയ ഒരു ചെങ്കടലും ഒരു പ്രതികൂലമല്ല. സ്തോത്ര, ഒരു ചെങ്കടൽ ഒരു വിഷയമല്ല. നിന്നെ പിൻപറ്റി വരുന്ന ചില ശക്തികൾ അതിനൊരു വിഷയമല്ല. അതിനെയൊക്കെ എവിടെ വെച്ച് തകർക്കണമെന്ന, അതിനെയൊക്കെ എവിടെ വെച്ച് ഉന്മൂലനാശം ചെയ്യണമെന്ന എന്റെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതുവരെയും അത് നിന്റെ പിന്നാലെ ചിലപ്പോൾ കടന്നു വന്നെന്നിരിക്കാം. പക്ഷെ നശിപ്പിക്കേണ്ടടുത്ത് നിന്നെ ഭയപ്പെടുത്തിയ വിഷയങ്ങളെ ഉന്മൂലനാശം ചെയ്യിപ്പിച്ചുകൊണ്ട് നിന്നെ വാഗ്ദത്തത്തിലേക്ക് സ്വസ്ഥതയോടെ കരം എടുത്തു വയ്ക്കത്തക്ക രീതി, കാലുകളെ ഊന്നി നിന്ന് അവിടെ ദൈവിക വിടുതൽ പ്രാപിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് കൊണ്ടും എന്ത് ചെയ്യുന്നു? ചെങ്കണ്ണെ വിഭാഗിക്കുവാൻ, ചെങ്കണ്ണെ രണ്ടാക്കി തീർക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം. പക്ഷേ ഒരു മാനുഷിക ബുദ്ധികളെ കൊണ്ടും ചെയ്യുവാൻ കഴിയാത്ത, ഒരു ടെക്നോളജി കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഒരു ദൈവ പ്രവൃത്തി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാ വെളിപ്പെടുത്താൻ പോകുക. നിന്റെ വിടുതന്റെ പകൽക്കാലമാ. ചില ചെങ്കടന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുക, ചില മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുക. ചിലതൊക്കെ നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് കടന്നു വരുമ്പോ, ചിലതൊക്കെ നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് കടന്നു വരുമ്പോ ദൈവ പൈതലെ നീ ഭയപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട. ഈ പൽക്കാലം ചില മേഖലയ്ക്കകത്ത് നിന്ന് അസാധാരണമായ രീതിയിൽ ഒന്നും നിനക്ക് പറ്റാതവണ ദൈവ പൊന്നുപോലെ നിന്നെ പുറത്തെടുക്കാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഈ പൽക്കാലം വിശ്വസിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്താ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ഒരംശമെങ്കിലും നാം അതിനകത്ത് ക്രെഡിറ്റ് എടുക്കുവാൻ നോക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനകത്ത് മൗനമായിട്ടിരിക്കുക. അതുവരെ തീരുന്നത് വരെ സീറോയിൽ നിന്നാ ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവപ്രവൃത്തി തുടങ്ങുന്നത്. സ്തോത്രം. നമ്മൾ മൈനസെങ്കിലും നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കില്ല. വെറും സീറോയായി തീരുമ്പോ കർത്താവേ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇവിടെ എല്ലാം അവസാനിച്ചു. സ്തോത്രം. അതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രാത്രി മുഴുവനും യോഹന്നാൻ പത്രോസ് അധ്വാനിച്ചു, പക്ഷേ പടക് ശൂന്യമായിരുന്നു. അല്ലെങ്കിൽ ഒന്നുപോലും കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഒരല്പം എനിക്ക് വല വീശിയിട്ട് കിട്ടിയെന്ന് പത്രോസിന് പറയുവാൻ കർത്താവ് അനുവാദം കൊടുത്തില്ല. ഒന്നും കിട്ടിയില്ല. ഒരു ചെറുതോ പോലും ആ പടകിൽ കയറുവാൻ കർത്താവ് സാഹചര്യം ഒരുക്കിയില്ല. എല്ലാം ശൂന്യമായിട്ടിരുന്നപ്പോഴാ യേശു കർത്താവ് പറഞ്ഞത് പടക് ആഴത്തിലേക്ക് നീക്കുവാൻ. അവിടെ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് കാണുവാൻ സാധിക്കുന്നത് പെരുത്ത മീൻകൂട്ടം കിട്ടിയത്. നിന്റെ പടക്, നിന്റെ പേൽസ് ശൂന്യമായി അവസാനം വരെ തീരുന്നവരെ
ഈ പകൽക്കാലം ചിലപ്പോ ഞാൻ പറയട്ടെ, നിന്റെ പേഴ്സിനകത്ത് എന്തെങ്കിലും നിന്റെ മുമ്പിൽ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഒരു തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞ് വച്ചിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? നിരാശപ്പെടേണ്ട. അത് തീരുന്നത് വരെയും ദൈവം ചില വിഷയത്തിനകത്ത് മൗനമായിട്ടിരിക്കും. നാം ചിന്തിക്കും, ദൈവം ഇതിനകത്ത് എന്റെ ഈ കയ്യിലിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദൈവം അഡ്ജസ്റ്റ് ചെയ്യും, അതിനെ ഒന്ന് വർദ്ധിപ്പിച്ചു തരും. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോ, ഒരു ദൈവപ്രവൃത്തി, ദൈവത്തിന് മഹത്വം എടുക്കണമോ? നമ്മുടെ ജീവിതത്തിനകത്തൊരു സീറോ, എല്ലാം അവസാനിച്ചു. നമ്മുടെ കഴിവ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ യോഗ്യത. സ്തോത്രം. ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് ഉള്ളത് കാണുമായിരിക്കാം. ആ എക്സ്പീരിയൻസിന്റെ അവസാന ഡേറ്റ് കഴിയുന്നത് വരെ ദൈവം മൗനമായിട്ടിരിക്കും. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഒന്ന് നേടിയെന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ദൈവപ്രവൃത്തി എവിടെയെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടേക്ക് മുഴുവൻ മഹത്വവും ബഹുമാനവും ദൈവം എടുത്തിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ എന്നിലും നിങ്ങളും കൂടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില സീറോയുടെ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ എത്തിക്കും. ചില അവസാന പോയിന്റിലേക്ക് ദൈവം എത്തിക്കും. ആ അവസാന പോയിന്റിൽ നാം നിൽക്കുമ്പോൾ ആ പോയിന്റിനെ ദൈവം തിരുത്തിക്കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 38 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവെന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. ഈ പകൽക്കാലം ദൈവപ്രവൃത്തിയെ, എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. എല്ലാം അവസാനിച്ചായിരിക്കും പ്രിയ ദൈവപൈതലേ നിങ്ങൾ നിൽക്കുന്നത്. മുന്നിൽ യാതൊന്നും കാണത്തില്ലായിരിക്കാം. ഫോണുകൾ മാറി മാറി വിളിക്കുന്നുണ്ടായിരിക്കാം. ആരിൽ നിന്നൊരു കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. ഒരു ആശ്വാസത്തിന്റെ വാക്ക് പോലും ചിലപ്പോ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയില്ല സാഹചര്യത്തിലായിരിക്കും നിൽക്കണം. ഇന്ന് ഞാൻ പറയട്ടെ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. എല്ലാം അവസാനിച്ചു. ഇവിടെ കൊണ്ട് എന്റെ ബിസിനസ് പരാജയപ്പെട്ടു, ഇവിടെ കൊണ്ട് തീർന്നു. ഹല്ലേലൂയ. എന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടിയുള്ളത് ഇവിടെ കൊണ്ട് തീർന്നു. ഇനി എനിക്ക് മുന്നിൽ ഒന്നുമില്ല. ഉണ്ടായിരുന്ന ബാങ്ക് ബാലൻസ് ഒക്കെ കൊടുത്ത് തീർത്ത് കാണുമായിരിക്കാം. ഇനി ബാങ്ക് ബാലൻസ് സീറോയാ. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് യാതൊന്നുമില്ല. എല്ലാം തീർന്നു. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോ പ്രിയതേ മക്കളെ, ഇവിടെ വചനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിനെ പ്രവൃത്തിയെ വിശ്വസിക്കുവേ. അങ്ങനെ ഈ പൽക്കാല ആ ദൈവ പ്രവൃത്തിയെ നമുക്ക് വിശ്വസിക്കാമോ? സ്തോത്രം. അത് 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് എന്ത് ചെയ്ത് സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ അറിയിക്കുവാനായിട്ട് ഇടയായിരുന്നു. യേശു പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വത്തിനും ദൈവത്തിന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിനും വേണ്ടി എത്രേ എന്ന് പറയുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയതേ മക്കൾ, അവിടെ നിന്നും യേശു കർത്താവ് എഴുന്നേറ്റില്ല. ലാസർ മരിച്ചു. 4-ാം നാൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, 3 ദിവസം എന്ന് പറയുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിനകത്ത് ഒരു നിർണായക ടൈമാണ്. സ്തോത്രം. എന്നാൽ ആ 3-ാം നാൾ വരെയും യേശു കർത്താവ് ആ ഭവനത്തെ വിസിറ്റിംഗ് ചെയ്തില്ല. മനുഷ്യരുടെ മുമ്പിലുള്ള എല്ലാ സാധ്യതകളും അവിടെ അവസാനിച്ചു. ഇനി ഒരിക്കലും ലാസർ ജീവിക്കത്തില്ല എന്ന് ഒരു പൂർണ്ണമായ ഒരു ഉറപ്പ് ലഭിച്ചുന്ന ടൈം വരെയും കർത്താവ് എന്ത് ചെയ്യുന്നു? ആ ഭവനത്തിലേക്ക് കടന്നു പോയില്ല. 4-ാം നാൾ. സ്തോത്രം. കാരണം മാനുഷിക ബുദ്ധി കൊണ്ടോ യഹൂദരുടെ സംസ്കാരം വെച്ച് അവർ വിശ്വസിക്കുന്ന മേഖലകൾ എല്ലാം തച്ചുടച്ച് കളഞ്ഞിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 4-ാം നാൾ യേശു കർത്താവ് ലാസറിന്റെ ഭവനത്തിലേക്ക് വിസിറ്റ് ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിന് മുമ്പിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, അവിടെ കർത്താവിന്റെ കാര്യം നമുക്ക് വേണ്ടി ചലിക്കത്തില്ല. നമ്മൾ എവിടെയാണ് സീറോ? ഇനി നടക്കത്തില്ല. എന്നെ കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് കഴിയത്തില്ല, എന്റെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയത്തില്ല, എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം കൊണ്ട് കഴിയത്തില്ല, എന്റെ മേൽ വെളിപ്പെടുന്ന ദൈവകൃപ കൊണ്ട് എനിക്കിപ്പോ ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ എവിടെയാണ് സറണ്ടർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്.
അതാണ് സ്തോത്രം. അവിടെ മാർത്ത പറയുവാനായിട്ട് ഇടയെത്തുന്നത്, കർത്താവെ 4 ദിവസമായി നാറ്റം വച്ചു തുടങ്ങി. സ്തോത്രം. കാരണം യാതൊരു സാധ്യതയുമില്ല, ലാസർ പുറത്തു വരുവാനായിട്ടുള്ളൊരു യാതൊരു സാധ്യതയുമില്ല. ആ ഒരു ടൈമിലാ ഹല്ലേലൂയ യേശു കർത്താവ് പോയത്. കാരണം സ്തോത്രം അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടാകണം. കാരണം യേശു കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. സ്തോത്രം. യേശു കർത്താവ് എന്താ പറഞ്ഞ, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. എത്ര സ്തോത്രം. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ മാനുഷിക ബുദ്ധിയിൽ നിന്നുള്ളത് എല്ലാം അവസാനിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതവിടെ പറഞ്ഞത് നാറ്റം വച്ച് തുടങ്ങി 4 ദിവസം ആയല്ലോ. ഹല്ലേലൂയ. യേശു കർത്താവിന് അറിയില്ലേ 4 ദിവസമായെന്ന്? യേശുവിനറിയാം. പക്ഷേ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, 4 ദിവസമായല്ലോ നാറ്റമാ വന്നത്. സ്തോത്രം. ചില വിഷയങ്ങളിൽ നീ ശബ്ദം കേൾക്കുമ്പോൾ നാറ്റം വെച്ച് തുടങ്ങിക്കാണുമായിരിക്കാം, പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിക്കാണും, ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന്, ദുർഗന്ധത്തിന്റെ സ്മെല്ലുകൾ മാത്രമേ ഇനി ഉണ്ടാകൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദുർഗന്ധങ്ങളെ മാറ്റി ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി തന്ന് നിന്നെ മാനിപ്പാൻ ഒരു ദൈവമുണ്ട്. കാരണം എന്താ? ലാസറിന്റെ ജീവിതം ഹല്ലേലൂയ ഒരു മരണത്തിന്റെ ലിസ്റ്റ് അവിടെ എഴുതി ചേർക്കുവാനായിട്ട് ഇടയെത്തുന്നുവെങ്കിൽ 12-ാം അധ്യായം ഒരു പന്തി ഉണ്ട്. സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില വേദനകൾ എഴുതുന്ന ഒരു അധ്യായം ഉണ്ടെങ്കിൽ, നിന്നെ ചിലതിന്റെ മധ്യ ഇരുത്തി മാനിക്കുന്ന ഒരു അധ്യായം ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നിന്നുള്ള എല്ലാം അവസാനിക്കുന്ന ആ ടൈം ദൈവം എന്ത് ചെയ്യും? അടുത്തതൊന്ന് എഴുതി തുടങ്ങാൻ വേണ്ടി കർത്താവിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കർത്താവ് എഴുതി വച്ചിരിക്കുന്നത് ചെയ്യേണ്ടതിനായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. ചില വിഷയങ്ങൾ ഇവിടെ അവസാനിച്ചു, നാറ്റം വച്ചു, 4 നാളായി. ഇനി ഇതിനകത്തൊന്നും ഒരു വിടുതലില്ല, ഇനി ഇതിനകത്തൊന്നും ചേഞ്ച് ഇല്ല, ഇതിനകത്തു ഞാൻ പുറത്തു വരികയില്ല എന്ന് പറയുമ്പോ, പ്രിയ ദൈവ പൈതലേ, മാനുഷികമായ ബുദ്ധി കൊണ്ടും സ്വയമായ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഫിനിഷിംഗ് പോയിന്റ് ഇടുവാൻ പറയുമ്പോ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു അധ്യായം ഓൾറെഡി കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു ചാപ്റ്റർ ദൈവം നിനക്ക് വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് തുറക്കണം. ഹല്ലേലൂയ. അത് തുറക്കുന്ന ഒരു ടൈം അത്രേ. സ്തോത്രം. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത്, നമ്മൾ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത്, എന്റെ കർത്താവിന്റെ കരം ഹല്ലേലൂയ നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് തുറക്കുവാനിടയത്തിനും. നമ്മുടെ പ്രതീക്ഷകൾ മങ്ങി, നമ്മുടെ ചിറകുകൾ എന്ത് ചെയ്യുന്നു? അത് താണു പോയി അവസാനം നിൽക്കുമ്പോ ദൈവത്തിന് നമ്മോടുള്ള ദൈവപ്രവൃത്തിയുടെ ചിറകുകൾ മുള പൊട്ടി പുറത്തു വരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നമ്മിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ ഏത് മേഖലയ്ക്കകത്താണ്? എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു. ചിലപ്പോൾ കടന്നു വന്ന ചില രോഗങ്ങളായിരിക്കാം നമ്മുടെ ലൈഫ് തീർന്നു എന്ന് പറയുന്നത്. ചില വേദനിക്കുന്ന അനുഭവങ്ങളായിരിക്കാം, ചില പ്രതിസന്ധികളായിരിക്കാം. കർത്താവേ, ഇവിടെ കൊണ്ട് തീർന്നു, ഇനി യാതൊന്നുമില്ല. ഇസ്രായേൽ ജനം നോക്കിയപ്പോ പിന്നിൽ മിസ്രൈമും കൂട്ടരും, മുന്നിൽ ചെങ്കടൽ. സ്തോത്രം. ഇവിടെ മാർത്ത പറഞ്ഞൊരു കാര്യമുണ്ട്, മരിച്ചു 4 നാളായി, നാറ്റം വച്ച് തുടങ്ങി. ഇത് 2 സാഹചര്യങ്ങളാ ഹല്ലേലൂയ നാം പറഞ്ഞ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു. അധ്വാനിക്കാതിരുന്നിട്ടല്ല പടക് ശൂന്യമായി തീർന്നത്. ഹല്ലേലൂയ. ഒന്നും കിട്ടാത്തൊരനുഭവം. ഈ പൽക്കാലം നീ ഒത്തിരി അധ്വാനിക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുമ്പോ, നിന്റെ അധ്വാനങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുമ്പോ, പരാജയത്തെ ജയമാക്കി തീർക്കുന്ന ഒരു കർത്താവ്, പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു കർത്താവ്. സ്തോത്രം. നിന്റെ ശൂന്യതയെ മാറ്റുവാൻ, നിന്നെ സീറോയിൽ നിന്ന് പിടിച്ചു കയറ്റുവാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ പടകൊരു ശൂന്യമാണ്, ഒന്നുമില്ലാത്ത അനുഭവമാണ്. പക്ഷേ ആ കർത്താവിന്റെ വാക്കിന് വല ഇറക്കുവാൻ തയ്യാറായപ്പോ പെരുത്ത മീൻകൂട്ട ലഭിച്ചു. പത്രോസിന് വേണ്ടി മാത്രമല്ല കാണുവാൻ സാധിക്കുന്ന മറ്റ് ചെറുപാടുകളെ കൂടി നിറയ്ക്കുവാൻ. ഇന്ന് അനുഭവിക്കുന്ന ചില ശൂന്യതയ്ക്കകത്ത് പറയുന്നില്ലേ, ഇവിടെ കൊണ്ട് തീർന്നു, ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഞാൻ ഒത്തിരി പേരെ സഹായിച്ചതാ കഴിഞ്ഞ നാളുകൾ, ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പലതും ചെയ്തതാ. പക്ഷെ ഇന്ന് എന്റെ പടക് ശൂന്യമാണ്, ഒരു പൈസ പോലും കയ്യിലെടുക്കുവാനിട്ടില്ല.
എങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയാതിരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നിന്നെ അധ്വാനിച്ചതിനെ ശൂന്യമാക്കി തീർത്തുവെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ ശൂന്യത ഹല്ലേലൂയ നിന്നെ തകർത്ത് കളയുവാനല്ല, സ്തോത്രം, മറ്റതിനെ കൂടി നിറയ്ക്കുവാൻ ഒരു നിറവ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാ. ഒരു നിറവ് നിന്റെ മേൽ വച്ചിട്ടാണ് യേശു കർത്താവ് ഒരു ശൂന്യത തരുന്നത്. സ്തോത്രം. എന്റെ കർത്താവ് ഒന്നും അറിയാതെ അല്ല പ്രിയ ദൈവമക്കൾ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു വഴി ഒരുക്കി വച്ചിട്ടാണ് അവരുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി കടന്നു വരുന്നത്. ഹല്ലേലൂയ. ലാസറിന്റെ ജീവിതത്തിലും ഒരു ഉയർപ്പ് ഓൾറെഡി കർത്താവ് കണ്ടിട്ടാ. കർത്താവ് അതാ പറഞ്ഞത്, ഈ മരണ ദീനത്തിനല്ല, ദൈവനാം മഹത്വത്തിനായിട്ടത്രേ. അപ്പൊ ദൈവ മഹത്വം അവന്റെ മേൽ ഉണ്ടെന്ന് കണ്ടിട്ടാണ് അവിടെ കർത്താവ് മൗനമായിട്ടിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ചില ശൂന്യതകൾ, ചില പരാജയങ്ങൾ, ചില പ്രതിസന്ധികൾ എല്ലാം അവസാനിച്ചു എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ, നമ്മുടെ സാഹചര്യം കൊണ്ട് നാം ചിന്തിക്കുമ്പോ, ലോകം നമ്മെ നോക്കി എല്ലാം തീർന്നു എന്ന് പറയുമ്പോ പ്രിയ ദൈവമക്കളെ, അവിടെ നിന്ന് ദൈവപ്രവൃത്തിയുടെ ആരംഭം. ഈ പൽക്കാലം പറയാമോ, ചില ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു, ചില ദൈവപ്രവൃത്തികൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഈ പകൽക്കാലം എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയാം. പ്രിയ ദൈവമക്കളെ, വായിച്ച ഭാഗത്ത് ഇപ്രകാരം കാണുന്നു, എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാക്കുന്നു. നമ്മെ കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ എവിടെ എത്തിക്കണമെന്ന്, നമുക്ക് വേണ്ടി എപ്പോഴാ വഴി തുറക്കേണ്ടതെന്നും അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ കുറിച്ച് വിചാരിക്കുന്ന ഒരു സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. നാം കർത്താവ് എണ്ണിക്കൂടാതെ വണ്ണ കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. സ്തോത്ര. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില ശൂന്യത, ജീവിതത്തിൽ കടന്നു വന്ന ചില പരാജയങ്ങൾ, ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങൾ, അതിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോ നീ മറ്റുള്ളവരോട് പറയത്തക്ക രീതി. സ്തോത്ര. അവിടെ അതാ വചനത്തിൽ കാണുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു, ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു. സ്തോത്ര. നാം മറ്റുള്ളവരോട് വിവരിച്ച് പ്രസ്താവിക്കത്തക്ക രീതി. സ്തോത്രം. ഹല്ലേലൂയ. അനവധി ദൈവ പ്രവൃത്തികളുടെ ഒരു ആരംഭം ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പകൽക്കാല ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നുണ്ടായിരിക്കാം, എല്ലാം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, എല്ലാം അവസാനിച്ചു എന്ന് നമുക്ക് തോന്നുന്നിടത്ത് ഒരു ദൈവ പ്രവൃത്തിയെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നാം പറയാറില്ലേ, സ്തോത്രം, ഹല്ലേലൂയ, ഇല്ലേ, നാം താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് പോലെ ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ആരോ കരം പിടിച്ച് നമ്മെ കയറ്റുന്നത് പോലെ ഈ പകൽക്കാലം നീ ആഴത്തിലേക്ക്, വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ നിന്നെ ഒരു കരം താങ്ങുന്നുണ്ട്. ആ കരം നിന്നെ താഴ്ത്തി കളയുന്നതല്ല, ആ കരം നിന്നെ പിടിച്ച് ഏറ്റവും ഉന്നതത്തിൽ കൊണ്ടുവരുന്ന ഒന്നത്രേ. ഹല്ലേലൂയ. നീ ആഴത്തിലേക്ക്, ആ പ്രശ്നത്തിന്റെ ആഴത്തിലേക്ക് നീ അകന്നു പോകുമ്പോഴാ, ആ പ്രശ്നം നിന്നെ തീർത്തു കളയുമെന്ന് പറയുമ്പോഴാ ആഴക്കടലിൽ നിന്ന് നിന്നെ കരകയറ്റി കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. കടപ്പാരത്തപ്പോൾ നീ മുങ്ങിപ്പോകുന്ന വ്യക്തിയായിരിക്കാം. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഓരോ ദിവസം കഴിയും തോറും നീ പലരിൽ നിന്നും വാങ്ങിച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത സ്തോത്രം അതിന്റെ ബാധ്യതയിലേക്ക് നീ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനെത്തുന്ന കരകയറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ പോലും അറിയാതെ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഞാൻ നിന്നെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്ന അരളി ചെയ്ത കർത്താവ്. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെ സീറോകൾ എത്തുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന. കാരണം നമ്മുടെ മേൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നാം പറയും, എന്റെ ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു, എന്റെ മുമ്പിൽ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതിനകത്താ ദൈവം പ്രവർത്തിച്ചത്, അതിനകത്തൂടെ ദൈവം ചെയ്തു. നോ സ്തോത്ര. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നാം ക്രെഡിറ്റ് എടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാനുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ ക്രെഡിറ്റ് എടുക്കുക ദൈവം നമ്മുടെ മുമ്പിൽ സാഹചര്യം ഒരുക്കത്തില്ല. എല്ലാം അവസാനിക്കുന്നിടത്ത്, നമ്മുടെ പ്രതീക്ഷകൾ തീരുന്നിടത്ത്, നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ അസ്തമിക്കുന്ന ഇടത്ത്, സ്തോത്രം, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. അങ്ങനെ ഈ പൽക്കല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? നിരാശപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് അരുളിച്ചെയ്ത കർത്താവ്, ഇന്ന് ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കൊണ്ടുകൊള്ളുവാൻ അരുളിച്ചെയ്ത കർത്താവ്, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം.
ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധികൾക്കപ്പുറമായിട്ട്, നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരമുണ്ട്. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നി നിൽക്കുന്ന ഈ സാഹചര്യത്തിനകത്ത് ചെങ്കടൽ പിളർന്ന് രണ്ടായി മാറിയതുപോലെ നിന്റെ മുമ്പിൽ വഴിമുട്ടി നിൽക്കുന്ന ചില വിഷയങ്ങളെ ദൈവം രണ്ടാക്കി മാറ്റുന്ന പകൽക്കാലമത്രേ. വിശ്വസിക്കുക. നീ ചിലതിനകത്തുകൂടി നിന്റെ വാഗ്ദത്തത്തിലേക്ക് കടക്കും. നീ ചിലതിനകത്തുകൂടി ദൈവിക മഹത്വത്തിലേക്ക് കടക്കും. നീ ചിലതിനകത്തുകൂടി ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് കടക്കും. അങ്ങനെ ആ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോ ഈ പകൽക്കാലം കർത്താവേ, അപ്പൊ അവര് എണ്ണിക്കൂടാതെ വർണ്ണം അങ്ങയുടെ പ്രവർത്തികളെ കർത്താവേ വർണ്ണിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഈ പൽക്കാലം തുടങ്ങട്ടെ കർത്താവേ. നിരാശകൾ മാറട്ടെ. ചില പ്രയാസങ്ങൾ കൊണ്ട് കർത്താവേ, ചില പ്രതിസന്ധികൾ കൊണ്ട് ഇവിടെ കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോ അവിടെ ഫിനിഷിംഗ് ഇട്ട് അവർ കാത്തിരിക്കുമ്പോ ആ ഫിനിഷിംഗിന്റെ അകത്ത് നിന്ന് കർത്താവെ പുതിയതിനെ എഴുതി തുടങ്ങുന്ന, പുതിയ അധ്യായങ്ങളെ കുറിക്കുന്ന, പുതിയ വഴികളെ തുറക്കുന്ന ഒരു നിറവിന്റെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.